നമ്മളെല്ലാവരും മ്യൂച്വൽ ഫണ്ടിനെ പറ്റി അറിയുന്നവരാണ്. അതേപോലെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാറുമുണ്ട്. പക്ഷേ ഇതേ മ്യൂച്വൽ ഫണ്ടിൽ ഒരു ഡൗൺഫോളോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇക്കണോമിക് ക്രൈസിസ് വന്നാൽ ഇതേ മ്യൂച്വൽ ഫണ്ട് നമുക്കൊരു നെഗറ്റീവ് ബാലൻസ് കാണിക്കാറുമുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രതിവിധിയായി നമ്മളെ സെബി പുതിയൊരു അസറ്റ് ക്ലാസും കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് SIF, സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്. നമ്മൾ ഈ SIF റെഗുലർ മ്യൂച്വൽ ഫണ്ടുമായി കമ്പയർ ചെയ്യുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മളൊരു നോർമൽ അല്ലെങ്കിൽ ഒരു റെഗുലർ മ്യൂച്വൽ ഫണ്ടിൽ ഫണ്ട് മാനേജർക്ക് നല്ലൊരു സ്റ്റോക്ക് വാങ്ങാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ. പക്ഷേങ്കിൽ അത് നമ്മൾ SIFുമായി കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് വാങ്ങുന്നതിൻ്റെ ഉപരി അതിനെ മാർക്കറ്റിൽ ഷോർട്ട് സെൽ ചെയ്യാനും കൂടിയുള്ള അധികാരമുണ്ട്. ദാറ്റ് മീൻസ് മാർക്കറ്റ് ഒരു ഡൗൺവേർഡ് ട്രെൻഡോ അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് ക്രൈസിസ് സംബന്ധിച്ച് താഴോട്ടേക്ക് പോകുമ്പം അവർക്കത് ഷോർട്ട് സെൽ ചെയ്ത് കൂടുതൽ ലാഭത്തിലേക്ക് വരുമാനത്തിലേക്കും പോകാൻ പറ്റും. ഇത്തരത്തിലുള്ള SIF ഫണ്ട്സ് US മാർക്കറ്റിലൊക്കെ വളരെയധികം പോപ്പുലറാണ്. പക്ഷേങ്കിൽ ഇനിയിപ്പം ഇതേ SIF ഇന്ത്യൻ മാർക്കറ്റിൽ സെബീൻ്റെ പെർമിഷനും കൂടി എൻട്രി ചെയ്യാൻ പോവാണ്. അപ്പം ഇത്തരത്തിലുള്ള ഫണ്ടുകൾ നമുക്ക് SIB രൂപേണയും കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം വരും കാലത്ത് പല മ്യൂച്വൽ ഫണ്ട്സും ഇതിനായി അപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മളെ ചാനൽ പ്ലീസ് ഡു ഫോളോ.